കൂടുതൽ വാർത്തകളിലേക്ക്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. 6 മാസത്തിനിടെ 8ാം തവണയാണ് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത്. പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശുചിമുറിയിൽ നിന്നും ജയിൽ പുള്ളിയുടെ അടിവസ്ത്രത്തിൽ നിന്നുമാണ് മൊബൈൽ ഫോണുകൾ പിടികൂടിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഈ ഓരോ മാസം പിന്നിടുമ്പോൾ പൂജപ്പുര ജയിലിൽ നിന്ന് വീണ്ടും ഫോണുകൾ പിടികൂടുന്നു എന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീനന്ദ, ലെവല് കൂട്ടാൻ ശ്രീനന്ദ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീനന്ദ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും 2 ഫോണുകൾ കൂടി പിടികൂടിയിട്ടുണ്ട്. ഓരോ മാസം കഴിഞ്ഞു പോകുമ്പോഴും വീണ്ടും ഫോണുകൾ പിടിച്ചെടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ജയിൽ അധികൃതർ എത്തുകയാണ്. അതായത് വലിയ സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നുണ്ട് തുടർച്ചയായി. തീർച്ചയായിട്ടും രാഖി, തുടർച്ചയായിട്ടുള്ള ഒരു വീഴ്ചയാണ് പൂജപ്പുര ജയിലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശുചിമുറിയിൽ നിന്നും അതുപോലെ തന്നെ ഒരു ജയിലിലെ ഒരു പ്രതിയിൽ നിന്നും അയാളുടെ അടിവസ്ത്രത്തിൽ നിന്നും ഒരു 2 ഫോണുകൾ കണ്ടെടുത്തത്. ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 1300 പേർക്കാണ് ഇപ്പോൾ അവിടെ താമസമൊരുക്കിയിരിക്കുന്നത്. പക്ഷേ 700 പേർ മാത്രമായിരിക്കണം ആ ജയിലിൽ ഉൾക്കൊള്ളേണ്ട ഒരു കണക്കെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരെയാണ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ ക്ഷാമവും എല്ലാം കൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു അനാസ്ഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തിനിടെ 12 മൊബൈൽ ഫോണുകളാണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പൂജപ്പുര സ്റ്റേഷനിൽ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുചിമുറി നമ്മൾ സിനിമകളിൽ മാത്രം കാണുന്നതാണ് ഈ ശുചിമുറിയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടൊക്കെ ഈ മൊബൈൽ ഫോൺ ഇട്ടിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നേരെ ഒരു സിനിമയിൽ തന്നെ കണ്ടൊരു കാര്യം റിയൽ ആയിട്ട് ഒരു ലൈഫിൽ ഒരു ജീവിതത്തിൽ അതൊരു ആവിഷ്കരിച്ചിരിക്കുകയാണ് ജയിൽ പുള്ളികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 4 പേരിൽ നിന്നായി കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു. ഇതേ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ ഒരു കഞ്ചാവും പിടിച്ചെടുത്തത്. പക്ഷേ അത് എങ്ങനെ എപ്പോൾ അവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും യാതൊരുവിധ നടപടികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ആ ഒരു ഇത് ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതാ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ അവിടെ ഉൾക്കൊള്ളാൻ 1300 പേരെ ഇത്രയും അധികം പ്രതികളെ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും പ്രതികളെ ഉൾക്കൊള്ളിക്കാൻ ഒരു സംവിധാനങ്ങളൊന്നും തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യം. നമുക്കിപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ IME അതിൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ട്രേസ്, ഇത് ആരുടെ പേരിലാണ് ഈ മൊബൈൽ ഫോൺ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി IME നമ്പർ ഉപയോഗിച്ച് ഇത് ട്രേസ് ചെയ്യുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. എന്തായാലും സിനിമകളെ വെല്ലുന്ന രീതിയിലാണ് ഇപ്പോൾ ജയിലുകളിൽ പ്രതികൾ ജീവിക്കുന്നതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പലരിൽ നിന്നായി ഫോണുകളുടെ പല പാർട്സും പലരിൽ നിന്നാണ് ലഭിക്കുന്നത്. ചില ആൾക്കാർ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ആണെങ്കിൽ മറ്റു ചിലരിൽ നിന്ന് അതിൻ്റെ കീപാഡ്, അങ്ങനെ പല അതിൻ്റെ പാർട്സുകളും വെവ്വേറെ ആയിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഈ ഒരു പാർട്സ് ഉപയോഗിച്ച് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ഇവർ എന്താണോ അവരുടെ അടുത്തുള്ള നീക്കം എന്നുള്ള കാര്യത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെയും നടക്കുന്ന ഒരു സംഭവമല്ല. നിരവധി തവണയായി കഴിഞ്ഞ 8 മാസത്തിനിടെ 12 മൊബൈൽ ഫോണുകൾ, അത് ഒരു ജയിൽ ചാട്ടത്തിനായിക്കൊള്ളട്ടെ മറ്റെന്തൊരു കാര്യത്തിനായിക്കൊള്ളട്ടെ, ഇവിടെ നിന്നും ജയിലിനകത്ത് നിന്നും അവർക്ക് കിട്ടുന്ന ഒരു സൗകര്യത്തെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ തക്കതായൊരു നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനന്ദ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. 6 മാസത്തിനിടെ 8ാം തവണയാണ് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത്. പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശുചിമുറിയിൽ നിന്നും ഒരു തടവ് പുള്ളിയുടെ അടിവസ്ത്രത്തിൽ നിന്നുമാണ് ഫോണുകൾ പിടികൂടിയിരിക്കുന്നത്. ശ്രീനന്ദ SP ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.